വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് മുക്കാൽ ഭാഗവും തുലാം രാശിയിലാണ്, കാൽഭാഗം മാത്രമാണ് വൃശ്ചിക രാശിയിലുള്ളത്. മെയ് മാസത്തോടു കൂടി അവരുടെ ഏറ്റവും കഷ്ടനഷ്ടങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് സമ്പത്തിന്റെ കാരകത്വമുള്ള വ്യാഴം 9ലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഏറ്റവും നല്ലൊരു ഭാവമാണ് അവർക്ക്. കുട്ടികളാണെങ്കിലും ചിലപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് അത് ബ്ലോക്കായി കിടക്കുന്നവരൊക്കെ ഉണ്ടാവും, അതൊക്കെ കിട്ടാനൊക്കെ ഉള്ള നല്ല ചാൻസ് ഉണ്ട്. സാമ്പത്തികമായിട്ടോ വല്ല കേസിലോ അങ്ങനെയൊക്കെ കിടക്കുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണം. അപ്പൊ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഗണപതിക്ക് മാല കൊടുക്കുക, ശിവനെ നന്നായിട്ട് ആരാധിക്കുക. ഇതൊക്കെ തന്നെയാണ് വിശാഖ നക്ഷത്രത്തിന്റെ മുക്കാൽ ഭാഗമുള്ള തുലാക്കൂറുകാർക്ക്. ഇനി വൃശ്ചികത്തിലുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 7-ലായിരുന്നു വ്യാഴം, ഇനിയാണ് ഇവർക്ക് അഷ്ടമത്തിൽ പോകുന്നത്. അവരെ കണ്ടകശനിയൊക്കെ ഒന്ന് മാറി 5-ാം ഭാവത്തിലേക്ക് ശനീശ്വരൻ വരുന്നുണ്ട്. അപ്പൊ വിഷ്ണു ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പോകേണ്ടത്. ഇവിടെ അഷ്ടമഭാവമാണ്. രോഗങ്ങൾ ഉണ്ടാവുണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മത്തിലാണ് കേതു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കാം. അപ്പൊ കർമ്മത്തില് ദോഷങ്ങളൊക്കെ മാറാൻ ദേവീ ക്ഷേത്രത്തിൽ പോവുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക, ശിവന്റെ അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക. വീട്ടിലിരുന്ന് ഇന്ന് രാവിലെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക.